ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെയ്റ്റ് സൽഫ. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ടായിരുന്നു, കാരണം കുറച്ച് ബിസി ആയിരുന്നു. അപ്പാർട്ട്മെൻറ്റ് മാറുന്ന തിരക്ക്, പിന്നെ എനിക്ക് എക്സാംസൊക്കെയാണ്. അപ്പോൾ എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് മൈക്രോബയോളജി ഇൻഡിപെൻഡൻറ്റ് വർക്ക് കൊടുക്കാനാണ്. അപ്പോൾ ഇത്രയും പേര് മാമിനെ കാണാൻ വന്നിട്ടുള്ളതാണ്. പക്ഷേ മാം ഇതുവരെ ആരെയും അനുവദിച്ചിട്ടില്ല. അവർക്ക് റീവർക്ക് കൊടുക്കണം, മീൻസ് ആബ്സെൻസ് ക്ലിയർ ആക്കണം, നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വർക്കും കൊടുക്കണം. മാം ജാട കാണിച്ച് റൂമിൽ കയറി ഇരിക്കും, ആരെയും ഒന്നും മേടിച്ചില്ല. അപ്പോൾ വന്ന കാര്യം നടന്നിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സാമ്പിയുടെ താഴെ വന്നു. അവിടെ നിന്ന് നമ്മൾ മുട്ടയൊക്കെ വാങ്ങി നേരെ എക്കോ ബസാറിലോട്ട് പോയി, കാരണം നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എക്കോ ബസാറിൽ നിന്ന് ബാർബിക്യൂ പിസ്സയും പിന്നെ വേറൊരു മധുരമുള്ളൊരു സാധനം വാങ്ങി. അതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഞങ്ങളെ ഫേവററ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. പിന്നെ ഇന്ന് നമ്മൾ അരുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ടൈമിൽ അരു രാത്രി അവൾ മുമ്പ് കേക്ക് കട്ട് ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പങ്ക് കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ നല്ല റാഫിലോടെ കേക്കായിരുന്നു. നമ്മൾ അങ്ങനെ അതൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അവർ വന്നപ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ബിരിയാണിയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ അപ്പാൻ്റെ വെച്ച് ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബിരിയാണി ഉണ്ടാക്കി. മീൻസ് മെയിനായിട്ട് ഉണ്ടാക്കിയത് ഫാരിസായിരുന്നു. നല്ല മലപ്പുറം സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു, നല്ല സെറ്റ് ബിരിയാണി ആയിരുന്നു. റൈസ് കുറച്ച് വാട്ടറായിപ്പോയി, അധികമല്ല കുറച്ച്, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കി എത്തുന്നത് ഗൈസ് രാത്രി 2 മണിക്കാണ് നമ്മൾ ഈ ബിരിയാണി കഴിക്കുന്നത്. അതുവരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കറങ്ങി നടന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുറത്ത് സാധനം മേടിക്കാൻ പോയി, പിന്നെ ലേറ്റായിട്ട് തന്നെ തിരിച്ചു വന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്ന്. അറിയാമല്ലോ, നമ്മളല്ലേ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ദം ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിരിയാണി. അങ്ങനെ നമ്മൾ ദമ്മൊക്കെ ഇട്ട് ദമ്മൊക്കെ റെഡിയായി നമ്മൾ പൊട്ടിച്ച് നല്ല മണമായിരുന്നു. ദമ്മെന്നൊക്കെ നമുക്ക് പറയാം, ഒരു തട്ടിക്കൂട്ട് ദം ബിരിയാണി അങ്ങനെയൊക്കെ പറയാം. രാത്രി 2 മണിക്ക് ഗായ്സ് ഞങ്ങൾ ബിരിയാണി തിന്നാൻ പോവുകയാണ്. ഞങ്ങൾ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. ഫുള്ള് 2 മണിക്ക് ബിരിയാണി കഴിച്ചെത്തിയപ്പോൾ 3 മണിയായി. അത് കഴിഞ്ഞതിന് ശേഷം ഈ കേക്കിനോട് കുറച്ച് ക്യാൻഡിൽസ് കിട്ടിയായിരുന്നു. നമ്മൾ അത് അപ്പം കത്തിച്ചില്ല, ഇവർ കേക്ക് മുറിച്ചപ്പോൾ കത്തിച്ചില്ലായിരുന്നു. പിന്നെ അത് കത്തിച്ച് ടേബിളിനെ വേണ്ടി ചുമ്മാ നിരത്തി വെച്ചിട്ട് ഫോട്ടോ എടുപ്പ് സ്നാപ്പ് ഇടലൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ രാത്രി മീൻസ് അപ്പോഴത്തേക്ക് 4 മണിയായി. പിന്നെ അപ്പോഴത്തേക്ക് ഇവിടെ നേരെ വെളുത്ത് പിന്നെ ഞങ്ങൾ പുറത്ത് നടക്കാൻ പോയി, പാർക്കിൽ നിന്ന് കളിച്ച് അവിടെ ബഹളം വെച്ചൊരു ആൻറ്റി ഒന്ന് ഞങ്ങളെ വഴക്ക് പറഞ്ഞ് രാവിലെ. പിന്നെയാണ് ഞങ്ങൾ തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് അപ്പാർട്ട്മെൻറ്റിൽ കയറി കിടന്നുറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.